നമ്മൾ മൊബൈൽ ഫോൺസിന്റെ ഓർഗനൈസേഷണൽ യൂസ് വരെ പറഞ്ഞു നിർത്തിയത്. അതായത് മൊബൈൽ ഫോൺസ് വഴി ഓർഗനൈസേഷനിൽ എന്താണ് ഓർഗനൈസേഷണൽ മെഷേഴ്സ് ടു കൺട്രോൾ ദി ഹാക്കിംഗ് ഇൻ ദ മൊബൈൽ ഫോൺസ്, അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. മൊബൈൽ ഫോൺസ് ആണ് ഇപ്പം ശരിക്കും വൾണറബിൾ ടു ഓർഗനൈസേഷണൽ മെഷേഴ്സ്, മൊബൈൽ സെക്യൂരിറ്റി പോളിസി ഒക്കെ പറഞ്ഞ് തുടങ്ങി. അത് കഴിഞ്ഞ് മാൻഡേറ്ററി പാച്ചസ്, ഫയർവാൾ, അവയർനെസ് ട്രെയിനിങ്, വെർച്വൽ കീബോർഡ്, ഇതൊക്കെ ആണ് മെഷേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതാണ് അതിൻ്റെ നമ്മൾ നമ്മുടെ സിലബസിൻ്റെ ഇതുവരെ, അതായത് ഓർഗനൈസേഷണൽ മെഷേഴ്സ് ഫോർ ഹാൻഡ്ലിങ് മൊബൈൽ ഫോൺസ് വരെ. ഇനി അടുത്ത നമ്മൾ തുടങ്ങുന്നത് സൈബർ എത്തിക്സ് ആണ്, അതായത് ഈ മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഓർഗനൈസേഷണൽ മെഷേഴ്സ് ഫോർ ഹാൻഡ്ലിങ് mobile phones device related security issues. Mobile phones are now part of corporate academic IT system. അപ്പോൾ നമുക്ക് അവിടെയും യൂസർ ഡേറ്റേനെയും നെറ്റ്വർക്ക് ആക്സസിനെയും കോൺഫിഡൻഷ്യൽ ഫയൽസിനെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ആക്സസ്, യൂസർ ഡേറ്റ ആൻഡ് കോൺഫിഡൻഷ്യൽ ഫയൽസ്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, യുവർ ഐഡന്റിറ്റി, പേഴ്സണൽ ഡേറ്റ, പ്രൊഫഷണൽ ഡേറ്റ, ഇതെല്ലാം മൊബൈൽ ഈസ് ഹോൾഡിംഗ് നൗഡേയ്സ്. അപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പം നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യണം. ഡിവൈസ് റിലേറ്റഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫോൺസ് ഹാവ് ലിമിറ്റഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കമ്പയർഡ് ടു PC, and it is having a small screen and it is hard URL verification. ഒരു URL കണ്ടു കഴിഞ്ഞാൽ it is not able to see the full URL because of the size of the screen, and the apps request access permissions, and there is the risk of loss or theft of the device, that is a mobile device may get lost, കളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ഇത് നമ്മൾ പണ്ടത് അങ്ങനെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിന് സമാനമായിട്ടുള്ള ഉപയോഗമാണല്ലോ, അതുകൊണ്ടുള്ള സെക്യൂരിറ്റി ഡിപ്പെൻസ് ലാർജ്ലി ഓൺ ദ യൂസർ മേക്കിംഗ് മൈൻഡ്ഫുൾ ചോയ്സസ്. നമുക്ക് what are the different the awareness you should have, that is how to deny the unauthorized access. നമുക്ക് എങ്ങനെ ഇത് തടയാം? അൺഓതറൈസ്ഡ് ആക്സസ് ആരെങ്കിലും നമുക്ക് നടത്തിയെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ ഡിനൈ ചെയ്യണമെന്ന് യു ഷുഡ് ബി അവെയർ ഓഫ്, ആൻഡ് വാട്ട് ടു ഡു ഇഫ് ദ ഡിവൈസ് ഈസ് സ്റ്റോളൻ, വെയർ ടു റിപ്പോർട്ട് ആൻഡ് ഓൾ. That is a question. And how to wipe the corporate data, and when the employee leaves from the office, he may be using his phones to access some of the files, maybe if the phone is related to any of the data, if some link is there between the organizations, any sensitive data or something like that, how to wipe the data. അതെങ്ങനെ ഇതുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ നമ്മൾ കളയുക, അത് ഓർഗനൈസേഷന് ത്രെട്ട് ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും അയാളുടെ ഫോൺ ഉണ്ടെങ്കിൽ അതെല്ലാം കളയാന്നുള്ളതാണ്. എങ്ങനെയാണ് ഹൗ ടു കീപ് ദ പ്രൈയിങ് ഐസ് അവേ ഫ്രം ദ ഫയൽസ്, അതെല്ലാമാണ് നമ്മുടെ എങ്ങനെ തടയാം എന്നുള്ള, എങ്ങനെ അൺഓതറൈസ്ഡ് ആക്സസ് വന്നാൽ തടയണം, ഡിവൈസ് കളഞ്ഞു പോയാൽ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ഓർഗനൈസേഷനിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അയാളുടെ ഡേറ്റ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക, ഹൗ ടു കീപ് ദ ഐസ് away from, ഇതിൽ നിന്ന് ഇതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. And you can use a solid password and change it every 3 to 6 months, and use the mobile management system. Authentication is the first defense. Then if your device is stolen, lock the device remotely
and permanently delete the document or the saved password or any enterprise apps is there, permanently delete that. So the passwords if saved in anywhere on the phone, delete it, and then documents, if some any important data documents is stored in your computer, you have to delete it permanently. Track through the GPS. When an owner leaves the organization, then segregate between the personal data and the enterprise data, and the separate or wipe the delete the enterprise data. ഫോൺ ഫോട്ടോസും മ്യൂസിക്കും ഗെയിംസും ഒക്കെ നമ്മുടെ ഫോണിൽ പ്രിസർവ് ചെയ്യുക. ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് അത്. And there should be a secure transition in colleges and offices. Confidential files should be encrypted. Then apply full disk encryption. Encrypt ചെയ്ത് ഡേറ്റ സൂക്ഷിക്കുക. Then when the person is entering the any network use, authentication, encryption, then remote provisioning of the data, remote erase, separate the personal file and the personal data and the enterprise data, network filtering. ആൻറ്റിവൈറസ് ഇടുക, ഫയർവാൾ ഇടുക. ഇതൊക്കെ എന്ത് ചെയ്യും? ആൻറ്റിവൈറസ് ഫയൽസിന് എപ്പോഴും വൈറസ് ഉണ്ടോ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഫയർവാൾ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് കളക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻട്രി വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. They are different. In antivirus and firewall are different. They are complementary. Then macro level, micro എന്ന് പറഞ്ഞാൽ സ്മോൾ ലെവലിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഫോൺ വെച്ച്. മാക്രോ ലെവലിലാണെങ്കിൽ include mobiles in general security policy. Then it should give the least most importance or somewhat prior importance, and use the mobile VPN. Then security audit should be done periodically. Then the staff should be aware, giving training to them and make them aware of the usage of the mobile phones in the organization, how it can be threat to the people, like how the mobile phone can be threat to the organization by the criminals or the cyber criminals. എല്ലാം അവരെ aware ചെയ്ത് വെക്കുക. So how to use it, how to store it, how to deny the unauthorized access, everything, the staff should be trained. Then loss prevention controls. കോളേജിലൊക്കെ ആണെങ്കിൽ എന്താണ് മാൻഡേറ്ററി വെരിഫിക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഫോൺ, then IT refresh, deep freeze alternative, ആൻറ്റി സ്പൈവെയർ അപ്ഡേറ്റ് ചെയ്യുക. ഫോൺ ഷെയർ ചെയ്യാതിരിക്കുക, പബ്ലിക് ഹോട്ട്സ്പോട്ട്സ് യൂസ് ചെയ്യാതിരിക്കുക, ഒഫീഷ്യൽ സ്റ്റോഴ്സിൽ നിന്ന് മാത്രം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, സേവ്ഡ് ക്രെഡൻഷ്യൽസ് എല്ലാം ക്ലിയർ ചെയ്യുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വൺസ് ഇൻ എ വൈൽ മോണിറ്റർ ചെയ്യുക, ഏതൊരു സ്ഥലത്തു നിന്ന് ഇറങ്ങി പോരുമ്പോൾ ലോഗ് ഔട്ട് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ്. ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് നേരെ കയറുവാണ്. വാട്ട് ഈസ് സൈബർ ലോ? Cyber law deals with the legal and regulatory issues in cyberspace. They cover the internet, activities of netizens. Then cyber law is a generic term for all legal aspects of the internet. E-commerce, cyber crime, ഇതിനെല്ലാം അത് പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രൈവസി, ഇലക്ട്രോണിക് എവിഡൻസ്. വൈ വി നീഡ് എ സൈബർ ലോ? കാര്യം എല്ലാം ഇപ്പൊ ഡിജിറ്റൽ ഡിവൈസസിന്റെ ലോകത്താണ് നമ്മൾ. അതുകൊണ്ട് അവിടെയാണ് ഇപ്പൊ ക്രൈം നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു law is needed. ഫസ്റ്റ് സൈബർ ലോ യൂട്ടയിലാണ് പാസ്സായത്. നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ അൺസിട്രാലിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, യുണൈറ്റഡ് നേഷൻസ് ഓഫ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ. അവിടെ നിന്നാണ് ഈ സൈബർ ലോയുടെ തുടക്കം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇലക്ട്രോണിക് കോമേഴ്സിൽ 1997 ലോ വന്നത്. ആൻഡ് ദേ ഫോക്കസ് ഓൺ enabling legal e-transactions. Regulation of online contract, electronic fund transfer, digital signature. Then what is the scope of cyber law in India? India uses IT Act. And ഇത് രണ്ടുമാണ് in 2000 IT Act 2000 2008. അതാണ് ഇന്ത്യയുടെ ഇവിടെ യൂസ് ചെയ്യുന്ന സൈബർ ലോ. അത് ഹാക്കിങ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ഓൺലൈൻ ഡിഫേമേഷൻ, ഫിഷിംഗ്, ഇതിനെയൊക്കെയാണ് ക്രൈം, അതിനൊക്കെയാണത് എക്സെട്ര അവരത് കൺസിഡർ ചെയ്യുക. ആൻഡ് എന്തൊക്കെ ചെയ്യും, നമുക്ക് അതിനു വേണ്ടി പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേറ്റ ഈസ് പ്രൊട്ടക്റ്റഡ്.
And cyber ethics is the responsible and the moral behavior. It is direct correlation with the cyber law. Privacy of individuals, reputation, social welfare, ഇതാണ് സൈബർ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ റെസ്പോൺസിബിലിറ്റി, ആക്സസ്, നമ്മുടെ സെക്യൂരിറ്റി, അക്കൗണ്ടബിലിറ്റി, നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു ലോഗ് ഉണ്ടാവും, അതാണ് അക്കൗണ്ടബിലിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അത് യുണീക്കായിട്ട് പ്രിസർവ് ചെയ്യുക. ദെൻ ദ പ്രൈവസി. ദീസ് ആർ ദ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് സൈബർ എത്തിക്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഡെഫിനിഷനിൽ സൈബർ എത്തിക്സ് എന്ന് പറയുന്നത് ദ എത്തിക്കൽ ഇമ്പാക്ട് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് യൂസർ ബിഹേവിയർ. അതാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. The Center for Internet Security is the Code of Responsible Behavior on Internet. Simple idea. It is the computer ethics are the personal morals applied to online world. അതായത് യൂസ് ചെയ്യുന്നത് നമ്മളാണ്, നമ്മളുടെ മൊറാലിറ്റി നമ്മൾ എന്തോരം കാണിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ വഴി കാണിക്കുന്നതാണ് ശരിക്കും സൈബർ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺഓതറൈസ്ഡ് ആക്സസ്, ഇന്റൻഡഡ് യൂസ് ഡിസ്റപ്റ്റ് ചെയ്യുക, റിസോഴ്സസിനെ വേസ്റ്റ് ചെയ്യുക, ഇന്റഗ്രിറ്റി ഡിസ്ട്രോയ്, കോംപ്രമൈസസ് ദ പ്രൈവസി. നമുക്ക് അതായത് നമ്മൾ ഒരാളുടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നെഗോഷിയേഷൻസ് അല്ലെങ്കിൽ കോംപ്രമൈസിന് പോവാതിരിക്കുക. ഇതൊക്കെയാണ് അൺഎത്തിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത്. സൈബർ ലോ ആൻഡ് സൈബർ എത്തിക്സ് ക്രിയേറ്റ്സ് ദ ട്രസ്റ്റ് വർത്തി. സൈബർ ലോ ആൻഡ് സൈബർ എത്തിക്സ് അത് രണ്ടും ഒരു സെയിം, ഗോ ടുഗെദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈബർ എത്തിക്സ് ഗീവ്സ് മോറൽ ഫൗണ്ടേഷൻ ആൻഡ് സൈബർ ലോ പ്രൊവൈഡ്സ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ദ ലോ ആൻഡ് സാങ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൈ വി നീഡ് എ സൈബർ regulation? Because the technical growth has transformed the global world into a global information society. എന്തിനാണ് നമുക്കിത്? നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ ഗ്രോത്ത് കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഇതിൽ യൂസേജ് അത്രയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യം വളരെ അധികമാണ്. ആൻഡ് കളക്ഷൻ, പ്രോസസ്സിംഗ്, ട്രാൻസ്മിഷൻ, റിട്ടൻഷൻ ഓഫ് ഡേറ്റ should be safe. And cloud and mobile usage move the data outside the physical control. Cloud computing-ഉം മൊബൈൽ യൂസേജും ഒക്കെ കാരണം നമ്മുടെ ഡേറ്റ യൂസേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫിസിക്കൽ വേൾഡിലെ കൺട്രോളിനെ കാട്ടിയും എല്ലാം വെർച്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് റെഗുലേഷൻ ഈസ് റിക്വയർഡ് ദയർ. സൈബർ എത്തിക്സ് പ്രൊവൈഡ് മോറൽ ഫൗണ്ടേഷൻ ആൻഡ് the governments, the persons, professionals, everyone should contribute responsibly. What is the growing danger and economic impact? Cyber crime is constantly evolving, and the dark net or dark web challenges privacy and ethics. Global cost of cyber crime showed a steep rise, and cyber ethics it must be examined for awareness, prevention, etc. Development of ICT. ICT എന്തായിരുന്നു? ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ കൺട്രോൾഡ് ടെക്നോളജി. ICT നമ്മൾ നെറ്റ് പോലെയുള്ള, ഇന്റർനെറ്റ് പോലെയുള്ള ടൂൾസ്, അതുപോലുള്ള ഡിവൈസസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന ബോർഡും ഡെസ്കും അല്ലാതെ ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനൊക്കെയാണ് ICT എന്ന് പറയുന്നത്. അപ്പം ഇപ്പം എല്ലാം അങ്ങനത്തെ ടൂൾസ് വെച്ചിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നടക്കുന്നത്. സോ when we do that, it requires a value based decision. നമ്മൾക്ക് വൾണറബിലിറ്റിയിലേക്കൊക്കെ ഉള്ള സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് സ്വയം പോവുക എന്നുള്ളതാണ്. ഇക്വിറ്റി, ഫ്രീഡം, കെയർ, കമ്പാഷൻ, പാർട്ടിസിപ്പേഷൻ, ഷെയറിംഗ്, സസ്റ്റൈനബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് 7 കോർ വാല്യൂസ്. These values are applied through the framework called 9 Ps. ഇതിനകത്തുള്ളത് stakeholders, rights and duties. Knowledge the society with the human values. അതാണ്, അതായത് നമ്മൾ ഇതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ബേസിക് ഹ്യൂമൻ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഇത് യൂസ് ചെയ്യാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത്. അതിനകത്ത് അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നമ്മൾ 9 P'സിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിൻസിപ്പിൾ, പാർട്ടിസിപ്പേഷൻ, പീപ്പിൾ, പ്രൊഫഷൻ,
പ്രൈവസി, പൈറസി, പ്രൊട്ടക്ഷൻ, പവർ പോളിസി. പി കൊണ്ട് എത്ര വാക്കുകൾ പറയാം എന്നുള്ളതിൻ്റെ ഒരു ഇതുപോലെയുണ്ട് ഇത്. അത് റിലേറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചു വെക്കാം. പ്രിൻസിപ്പിൾസ്, പാർട്ടിസിപ്പേഷൻ, പീപ്പിൾ, പ്രൊഫഷൻ, പ്രൈവസി, പൈറസി, പോളിസി, പവർ, ഇതൊക്കെ എന്തിൻ്റെ അടിയിൽ വരും? ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ അടിയിൽ വരുന്ന വാല്യൂ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പീസാണ്. ഈ ഒരു ഫിഗർ ഓർത്തിരിക്കാം. WSIS എന്ന് പറയുന്ന ഒരു സബ്മിറ്റ്, വേൾഡ് സബ്മിറ്റ് നടന്നിട്ടുണ്ട് ഇൻ ജനീവ ആൻഡ് ട്യൂണിസ് 2005. They focused on the universal access to the information and knowledge. Ethical concern എന്ന് പറയുന്നത് to avoid the domination by vested global interest. WSIS-ന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് promote the universal access to ICT, then bridge the digital division between developed and the developing nation, and to protect the cultural and linguistic diversity, prevent the domination of the local content by global corporation, advocate the ethical use of technology. Outcomes and the contribute to the United Nations policy making, review of the Millennium Development Goals, global digital governance discussion. Globethics എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്. ഐഡിയ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ക്രിസ്റ്റഫ് സ്റ്റക്കൽബർഗർ in 2003 during the WSIS, which led to the creation of Global Digital Library. Globethics.net networking platform strengthen the voices from Global South and transition country. The role of civil society and UN deliberation. വായിച്ചു നോക്കട്ടെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ ഇത് ചെയ്യുന്നില്ല. വാട്ട് ഈസ് ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തിക്സ്? ലാസ്റ്റ് മൊഡ്യൂളിന്റെ ഏകദേശം ലാസ്റ്റിലേക്ക് വരിക. Why we are going for the ethics? AI, ഇപ്പം എല്ലാം AI ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വാട്ട് ഈസ് AI ethics? വേൾഡ് Economic Forum emphasizes AI and robotics within the fourth industrial revolution. Intelligent systems improve the logistics, fraud detection, and we need to discuss the AI impact on people and society. AI ethics എന്ന് പറയുന്നത് intelligent machines in the legal, moral and social effects. It is studied and look how the algorithms are programmed. എങ്ങനെയാണ് നമ്മൾ AI-യിലേക്ക് വരുമ്പോൾ ഈ എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു കൺസേൺ ആണ് AI എത്തിക്സിൽ പറയുന്നത്. ആൻഡ് we should അവിടെ misuse of data and automated power is there, it should be prevented, and it should ensure the fairness in AI driven decision. Should create the correlation between cyber law and ethical design. Top ethical issues എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് അല്ലേ? യെസ്. ഇന്നീക്വാളിറ്റി. ഇന്നീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ നല്ല മെഷീൻസ് ഉണ്ടോ ദേ ക്രിയേറ്റ് മോർ വെൽത്ത്. ആൻഡ് ഹ്യൂമാനിറ്റി. ബോട്ട്സ്, ദാറ്റ് ഈസ് നമ്മൾ ഇന്നലെ പഠിച്ചു ബോട്ടിന്റെ കാര്യം, ബോട്ട് നെറ്റ് ഒക്കെ പഠിച്ചു. ദേ വിൽ മോഡൽ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻഫ്ലുവൻസ് ദി അറ്റൻഷൻ. എല്ലാം ഹ്യൂമാനിറ്റി എല്ലാം ഇപ്പൊ ബോട്ടിലേക്ക് മാറി. ആർട്ടിഫിഷ്യൽ സ്റ്റുപ്പിഡിറ്റി. AI ക്യാൻ ബി ഫൂൾഡ് ബൈ അൺസീൻ പാറ്റേൺ. ഇതിനെ പറ്റിക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. ബയാസ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം. പറ്റിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഒരു റൂപ്പ് ഹോൾ ഉണ്ടാവുമല്ലോ, അത്. ബയാസ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് റിഫ്ലക്ട് ഹ്യൂമൻ prejudices. Unemployment. After automation, AI may replace the routine physical and cognitive labor. Trucking, clerical work, teaching assistant. Lower accident risk from self-driving systems appear ethical. Inequality, the wealth from machine, current economy compensate due by hourly wage. എല്ലാം ഇപ്പം AI ആയത് കാരണം അതിൻ്റെ ഇത് വരുന്നത് കൊണ്ട് വർക്ക് ഫോഴ്സ് എല്ലാം ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റ് ഒക്കെ വന്നു. കുറച്ച് പേരുടെ അടിയിലേക്ക്
the revenues പോകുന്നു. The wealth gap is actually widening, and we need for a fair post-labor economic structure. Human-bot interaction. AI bot are improving and at modeling conversation. Then Turing milestone showed machines can fool the raters. Games and clickbait optimize the addiction, and nefarious nudging can be detrimental to brain reward centers. എയിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ട്രെയിനിങ് ഫേസിൽ, അതായത് ഇതിനെ ഉണ്ടാക്കിയിട്ട് ഇതിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് മിസ്സായി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു വൾണറബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ റാൻഡം പാറ്റേൺസ് ഓർ ഡോട്ട്സ് ചിലപ്പോൾ ഇതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആൻഡ് മിസ്യൂസ് ക്യാൻ ബി ദെയർ. AI ഷുഡ് ബി സെക്യൂർ. ഇൻ ഡിഫൻസിലെല്ലാം നമ്മൾ ഇതുപോലുള്ള ഹൈ ഒഫീഷ്യൽ ഓർഗനൈസേഷൻസ്, ഒഫീഷ്യൽ ഏരിയയിലൊക്കെ ഇതിനെ നമ്മൾ സെക്യൂർ ചെയ്ത് പോകണം. പിന്നെ ഹ്യൂമൻ അലൈൻമെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റില്ല. AI ബയാസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി AI is not always fair and they may be biased. ആൻഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ അതിനെ ബയാസ് ചെയ്യാം, അതായത് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയോ അതിനെ ഇതാക്കുകയോ ചെയ്യാം. ആൻഡ് ദ സോഫ്റ്റ്വെയർ ക്യാൻ മിസ് ദ റേഷ്യൽ സെൻസിറ്റിവിറ്റി. Ethical AI can become catalyst for social progress and need for diversity in training the data set. Security guarding AI, and powerful AI can be used for good reason. Autonomous weapon scale conflict, risk of unintended. എങ്ങനെയാണ് AI-നെ ഗാർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് എത്തിക്കൽ ഇംപ്ലിമേഷൻസ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കുക. എത്തിക്കൽ AI-ക്ക് വേണ്ടിയിട്ടുള്ള 5 പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, കോമൺ ഗുഡ് ആൻഡ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, ഇന്റലിജിബിലിറ്റി, ദ ഡേറ്റ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്, ആൻഡ് പീപ്പിൾ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് ടു ഫ്ലറിഷ് അലോങ്സൈഡ് AI. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്, വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. then ethics in global information society. കമ്പ്യൂട്ടർ എത്തിക്സ് നമ്മൾ എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്സും കാര്യങ്ങളും ഉണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു ഹാം പീപ്പിൾ, and should not be used to snoop or get into the files of into the unwanted files, and do not steal. ഇതൊക്കെയാണ് പറയുന്നത്. Then you should be you should make use of responsible use of your resources, and you should respect the fellow humans. പവർ, അധികാരം ചിലപ്പോൾ കിട്ടുമല്ലോ ഈ സാധനം കൊണ്ട്, അനന്ത സാധ്യതകളൊക്കെയാണല്ലോ. അത് കിട്ടുമ്പോൾ നമ്മളത് അതിൻ്റെതായ രീതിക്ക് ഉപയോഗിക്കാൻ പഠിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രി 4.0 പറയുന്നത് AI എത്തിക്സ് പ്ലസ് സൈബർ എത്തിക്സ് പ്ലസ് സൈബർ ലോ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇൻഡസ്ട്രി 4.0 യൂസ് ചെയ്യുന്നത്. AI വന്നത് ഇൻഡസ്ട്രി 4.0 ഗ്ലോബൽ കോർപ്പറേഷൻ ഈസ് ഇമ്പെറേറ്റീവ്, ആൻഡ് ഡിവൈസ് ആൻഡ് ക്ലൗഡ് ഇൻ്റഗ്രേഷൻ ഈസ് റിക്വയർഡ്, ആൻഡ് വാല്യൂ ബേസ്ഡ് പബ്ലിക് പോളിസി ഈസ് നീഡഡ്. അത് കഴിഞ്ഞ് ബ്ലോക്ക് ചെയിനിലേക്ക് പോകുമ്പോൾ ബ്ലോക്ക് ചെയിൻ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളെ ബിറ്റ് കോയിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് ബിറ്റ് കോയിനിലാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മളൊരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സാണ് ആൻഡ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രസ്റ്റ്, നമ്മുടെ ഗവേണൻസ്, അക്കൗണ്ടബിലിറ്റീനെയൊക്കെ അത് ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് അത് വരുന്നത് ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ ഡിജിറ്റൽ ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ലെഡ്ജർ. ഒരു കോമൺ ഇത് കാണത്തില്ല, ഒരു കൺട്രോളിങ് ഫെസിലിറ്റി ഉണ്ടാവത്തില്ല. ആൻഡ് ദ ട്രാൻസാക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ ക്രോണോളജിക്കൽ ബ്ലോക്സ്. നമ്മൾ ആ ബിറ്റ് കോയിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞ അത് തന്നെയാണ് ബ്ലോക്ക് ചെയിൻ്റെ കോൺസെപ്റ്റുകൾ, അതുമായിട്ട് സിമിലർ ആണ്. ആൻഡ് എവറി നോഡ് ഗെറ്റ്സ് ഓട്ടോമാറ്റിക് കോപ്പി ഓഫ് ദ ലെഡ്ജർ, ആൻഡ് ദ റെക്കോർഡ്സ് ആർ ഇൻഡെലിബിൾ ആൻഡ് വെരിഫയബിൾ ബൈ ദ കമ്മ്യൂണിറ്റി.
any document can be digitized into blockchain. Characteristics, motivation for decentralization എന്തിനാണ്? Hide the transacting parties, resist the attack on the whole system. Outsiders cannot see the content. Structures resist to interfere, prevent hijacking. Why the blockchain has become a favorite payment vessel? Because lack of regulation. Ransomware payments in അത് യൂസ് ചെയ്യുന്നു. ഡാർക്ക് വെബ്, വെപ്പൺസ് ആൻഡ് ഡ്രഗ്സ് ട്രേഡിന് നമ്മൾ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മൂവ് ഫ്രം ബിറ്റ്കോയിൻ, മൊണേറോ സ്റ്റൈൽ ട്രൂ അനോണിമിറ്റി. ഡു സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ബി അനോണിമസ് വിത്ത് നോ ഗേറ്റ് കീപ്പേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിനി നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചു തുടങ്ങുക. ഇത്രയും കൊണ്ടാണ് നമ്മുടെ മൊഡ്യൂൾ 2 നിർത്തുവാണ്. ഇതിനകത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക പോയിന്റ്സ് എന്താണെന്നുള്ളത് ഒന്ന്